വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം. നമ്മുടെ കൂടെ ഒരുപാട് ലേൺ വൈസിൽ നമ്മളുടെ ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് അംബാസഡർ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാവരെയും, നിങ്ങളെയും നമ്മളെല്ലാവരെയും, ടീമിലുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ നിങ്ങൾക്ക് അറിയാവുമായിരിക്കും പ്രത്യേകത എന്താണെന്നുള്ളത്. നമ്മൾ ഇതുവരെയുള്ള സെഷനിൽ ഒരുപാട് സ്റ്റഡീസിനെ പറ്റിയും സ്റ്റഡീസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ ആണെങ്കിലും നമ്മളുടെ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ്. പിന്നെ കുറച്ച് ഇന്ററാക്റ്റീവ് സെഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഇതുവരെയുള്ള സെഷനിൽ നിന്നും ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ഈ സെഷൻ എന്ന് പറയുന്ന ഈ സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പഠിക്കുന്ന കാര്യത്തിനെ പറ്റിയോ നമ്മളുടെ സ്റ്റഡീസ് സിലബസ് കാര്യങ്ങളൊന്നുമല്ല, നമ്മളെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളെ തിരക്കിന്റെ ഇടയിൽ, നമ്മളെ ജോലി തിരക്ക്, വീട്ടിലെ തിരക്ക്, അതുപോലെ തന്നെ നമ്മൾ ക്യൂരിയസ് ആയിട്ട് വന്ന ഒരു സ്ഥലമാണ് എങ്ങനെയായിരിക്കും നമ്മളെ പഠിത്തം ഉണ്ടാവുക ഇനി അങ്ങോട്ട് 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം, എത്ര ഇയേഴ്സ് ഓഫ് സ്റ്റഡീസ് ആണ് നമുക്കുള്ളത്, അതെങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക, എനിക്കിത് പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ കുറേയധികം കാര്യങ്ങളോട് കൂടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഈ നമ്മളുടെ മെന്റൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് എന്താണ് നമ്മളുടെ ഒരു വെൽബീയിങ്, സൈക്കോളജിക്കൽ വെൽബീയിങ് എന്നുള്ള കാര്യത്തിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ തിരക്കിനിടയിൽ മറന്നു പോകുന്ന ഈ കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സെഷനാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അതായത് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്, അല്ലെ? നമ്മളുടെ വെൽബീയിങ് ആൻഡ് ബാലൻസ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് ആണ് പ്രൈമറി. അതില്ലാണ്ട് നമുക്ക് എന്ത് ഗോൾ ആണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ലേൺ വൈസിന്റെ ഹാപ്പിനെസ് അംബാസഡറും സൈക്കോളജി മെന്ററും ആയിട്ടുള്ള അക്ഷര മാം ഉണ്ട് ഇവിടെ. സോ ഐ വെൽക്കം അക്ഷര മാം. ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോട്ടീവ് തന്നെയായിരുന്നു നമ്മുടെ ഓറിയന്റേഷന്റെ ഈ ഒരു കംപ്ലീറ്റ് സീക്വൻസിൽ നമ്മൾ ഓരോ ഡേ ബൈ ഡേ നിങ്ങൾക്ക് ഓരോ സെഷൻസ്, വെറൈറ്റി ഓഫ് സെഷൻസ് ആണ് ഇത്രയും ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾ ആ ഒരു ലോഗോ തന്നെ കണ്ടിട്ടുണ്ടാവും. എന്താണ് മൈൻഡ്ഫുൾനെസ്, മെന്റൽ ഹെൽത്ത്, അതായത് ഒരു ക്ലീഷേ ഡയലോഗ് പോലെയുള്ള ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു സെഷൻ അല്ല. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത്. കുറച്ചും കൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുവാണ്. അതിന്റെ ഏറ്റവും ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷനിന്റെ മെയിൻ ആയിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും നമ്മളുടെ ഒരു കൊളാബറേറ്റീവ് കോർപ്പറേഷൻ ഈ ഒരു സെഷനിൽ ആവശ്യമാണ്. സോ നമ്മളുടെ ഈ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഡിസ്കഷനിലും കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോ സെഷൻ 1 മുതൽ 10 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെഷൻ 11 എത്തി നിൽക്കുന്നത്. അപ്പൊ സെഷൻ 11 നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് മെന്റൽ ഹെൽത്തും ഒക്കെ ഒരുപാട് ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഈ ഒരു പോസ്റ്ററിലും ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് മെസ്സേജിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് മെന്റൽ ഹെൽത്ത്? നിങ്ങൾക്ക് അറിയാം, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളുടെ സോഷ്യൽ മീഡിയാസിലായിക്കോട്ടെ, നമ്മളുടെ ഒരു സൊസൈറ്റിയിലായിക്കോട്ടെ, ഇപ്പോ നമുക്കൊരു റീസെന്റ് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളുടെ പണ്ടൊക്കെ നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭ്രാന്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവ വൈകൃതങ്ങൾ എന്നുള്ള രീതിയിൽ പണ്ട് ഒതുങ്ങി നിന്ന ഒരു കാര്യമാണ് ഇന്ന് മെന്റൽ ഹെൽത്ത്. അതായത് നമ്മളുടെ പൊതുവെ വേണ്ട അല്ലെങ്കിൽ ഏറ്റവും ജനറലി വേണ്ട ഒരു കാര്യം. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ വലിയ ഒരു ഏജ് കാറ്റഗറി ഗ്രൂപ്പ്, ഇപ്പൊ നമ്മൾ ഭയങ്കര ഒരു ജീരിയാട്രിക് വിഭാഗത്തിൽ ഒരു 60+ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ള രീതിയിലോട്ടേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഇവിടെ നമ്മളൊരു ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ചെറിയ ചെറിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോ നമുക്ക് ഈ ഒരു സെഷനിലോട്ടേക്ക് നിങ്ങൾ എല്ലാരെയും ഞാൻ വാംലി വെൽക്കം ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾ ഒരു ഇഗ്നു ലേണർ അല്ലെങ്കിൽ ഒരു ലേൺ വൈസിലുള്ള ഒരു ലേണർ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ടോ നിങ്ങൾ കുറെ സെഷൻസ് ഒക്കെ കണ്ടത് ഇഗ്നു റിലേറ്റഡ്, നിങ്ങളുടെ പഠിത്തം റിലേറ്റഡ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു. പക്ഷെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഒരു അൾട്ടിമേറ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളെ കാണുന്നത്. അതായത് നിങ്ങളൊരു സ്റ്റുഡന്റ് എപ്പാർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേജ് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ
നമുക്ക് ഓരോരുത്തരും നമ്മളുടെ ഒരു എന്താ പറയാ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഈ ഒരു സെഷന്റെ ഒരു എന്താ പറയാ നമ്മളുടെ ഒരു ഒഴുക്ക്, നമുക്ക് ആ ഒരു ഒഴുക്ക് ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ ഫ്ലോ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇഗ്നോ സ്റ്റുഡൻസ് അല്ല, ലേൺ വൈസ് ലേണേഴ്സ് അല്ല, നമ്മൾ എന്താണ്, നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു തോട്ട്സുകളും കുറെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ കാണുന്നത്. സോ അക്കാഡമിക്കലി ഈ ഒരു സെഷനിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളില്ല, പക്ഷേ ഒരു ലിവിങ് അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് തോന്നാം ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോ നമ്മൾ കുറെ മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങളും മെന്റൽ ഹെൽത്ത് അങ്ങനെയാണ്, വെൽബീയിങ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, റൈറ്റ് നൗ ഹൗ ആർ യു ഫീലിംഗ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് നമുക്ക് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളൊരു ചോദിക്കുന്ന ഒരു ചോദ്യം ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഐ ആം ഫൈൻ, ആ രീതിയിലെ ചോദ്യമല്ല, റൈറ്റ് നൗ ഹൗ ആർ യു എന്നുള്ള രീതിയിൽ ചോദിക്കും. ക്ലീഷേ ആയിട്ടുള്ള ഫൈൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ എന്താണ് റൈറ്റ് നൗ ഫീൽ ചെയ്യുന്നത് തുറന്നു പറയാം. ഓക്കെ, സാഡ് ആണെങ്കിൽ സാഡ്, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ ഓക്കെ, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഒരുപാട് പേര് പറയുന്നുണ്ട് കുഴപ്പമില്ല. അപ്പൊ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും എന്താണല്ല മെയിൻ ആയിട്ടുള്ള നമുക്ക് ഒരു പ്രത്യേകിച്ച് രോഗങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന ഭയങ്കര ഡിപ്രഷനോ അല്ലെങ്കിൽ ഭയങ്കര പാനിക് അറ്റാക്ക് വരുന്ന അവസ്ഥയോ അത് മാത്രമല്ല നമുക്ക് ഒരു കാര്യം, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് എനിക്ക് പോരാ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ജസ്റ്റ് നോർമൽ അല്ലെങ്കിൽ കുറച്ച് ഡൗൺ ആണ് എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ജസ്റ്റ് ഓക്കെ, നമുക്ക് എന്താണ് മെയിൻലി നമുക്ക് ഭയങ്കര ഇഷ്യൂസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാം പറയണേ. എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ പിന്നെ ഈ ഒരു സെഷന്റെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല, ഓക്കെ ഓക്കെ ആണ്, എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ചില ആൾക്കാർ ഓക്കെ ആണ്, പ്രശ്നമില്ല, ഡൗൺ ആണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോ നമ്മൾ ശരിക്കും ഓക്കെ ആണോ? നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ബിക്കോസ് നമ്മൾ കുറച്ച് സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടാവും. നമ്മൾ അതൊന്നും ഒരു രീതിയിലും ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ പ്രശ്നങ്ങൾ, നാളത്തേനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും, ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. അപ്പോ എത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും അൾട്ടിമേറ്റ്ലി അവർക്ക് ഓക്കെ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കൂടുതലായിട്ടും അവർ നോർമലി പ്രിഫർ ചെയ്യുന്നത്. അതായത് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന ഒരു മൂലയിൽ ഇരുന്ന് ഞാൻ കരഞ്ഞോളാം എന്നുള്ള രീതിയിലാണ് എത്ര മനഃശക്തി അല്ലെങ്കിൽ ഭയങ്കര മനക്കെട്ടിയുള്ള ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ചെറിയൊരു ഇഷ്യൂസ് അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്കംഫേർട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അല്ല എന്നത് നമുക്ക് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. നമുക്ക് ചെറിയൊരു ഡിസ്കംഫേർട്ട് എവിടെയെങ്കിലും നമുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ അപ്പ് ആകണം. ഒന്നെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, അത് അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു ഇന്നർ സർക്കിൾ ആയിട്ടുള്ള നമുക്ക് ആര് വേണമെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഞാൻ ഓക്കെ അല്ല, എനിക്കൊരു ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. ചിലപ്പോൾ നമ്മളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു സംസാരത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സംസാരിച്ച് തീർത്താൽ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷെ നമ്മളുടെ മൈൻഡിന് ഒരു റിലാക്സേഷൻ ഉണ്ടാവും. നമ്മൾ ഇത്രയും നേരം താങ്ങി നടന്ന ആ ഒരു ബേർഡൻ നമുക്കൊന്ന് റിലീവ് ചെയ്തതിന്റെ ഒരു എഫക്ട് നമ്മളുടെ ബോഡിയും നമ്മളുടെ മൈൻഡും കാണിക്കും. സോ നമുക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാനും നമുക്ക് ക്ലിയർ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ശക്തി നമുക്ക് അതിലൂടെ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. വൈ മെന്റൽ ഹെൽത്ത് ഡിസേർവ് അറ്റൻഷൻ? അതായത് എന്തുകൊണ്ടാണ് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് അറ്റൻഷൻ വേണം അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അൾട്ടിമേറ്റ് എനർജി ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയാണ്. അതായത് ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്യും, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് പിന്നെ ഒരു എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ ടോപ്പ് 5 അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 2 ആയിട്ട് അല്ലെങ്കിൽ ടോപ്പ് 1 തന്നെ ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്കോർ ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഹാപ്പി ആയിട്ട് ഭയങ്കര രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു എയറിൽ നിൽക്കുന്നത് പോലെ നമ്മൾ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ ഹൈ ആയിരിക്കും, നമ്മൾ ഭയങ്കര പ്ലസന്റ് ആയിരിക്കും, നമ്മുടെ മൈൻഡിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിരിക്കും. നേരെ തിരിച്ച് ആലോചിച്ചു നോക്കും, ഇതേ എൻട്രൻസ് നമ്മൾ 5-6 വർഷമായി ക്രാക്ക് ചെയ്യുന്നു, പക്ഷെ നമുക്ക്
ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് റീസെന്റ് ടൈംസിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു, പറ്റിയില്ല. നമുക്കൊരു 5-6 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, എന്നിട്ടും നമ്മൾ ഫെയിൽ ആയി. അപ്പൊ നമ്മളുടെ എനർജി എന്തായിരിക്കും? ഓബ്വിയസ്ലി ലോ എനർജി ആയിരിക്കും. നമ്മൾ ആരെയും കാണാൻ വേണ്ടി കൂട്ടാക്കില്ല, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഓവറോൾ എനർജി എന്തായി? നെഗറ്റീവായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മളുടെ ഈ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു എനർജി ആയിട്ട് വെച്ചിട്ട് നമുക്ക് പറയുന്ന സമയത്ത്. ആൻഡ് ഓൾസോ ഒബ്വിയസ്ലി ലേണിംഗിലും മെമ്മറിയിലും നമ്മളുടെ ഈ ഒരു മെന്റൽ ഹെൽത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം നമുക്ക് അറ്റൻഷൻ സ്പാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ഥലത്തുള്ള കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യമാണ് ലേണിംഗ്. ലേണിംഗ് നമ്മൾ പ്രോപ്പർലി ചെയ്തിട്ട് നമ്മളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്താലാണ് നമുക്കൊരു എക്സാമിന്റെ സമയത്തൊക്കെ ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ലേണിംഗും മെമ്മറിയും. അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ, നിങ്ങളിപ്പോ ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നാം, അതായത് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ നിൽക്കാനോ ഉള്ള ഒരു ചാൻസസ് ഭയങ്കര ലോ ആയിരിക്കും. പക്ഷെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണം. കോൺസെൻട്രേഷൻ മെന്റൽ ഹെൽത്ത് ഒന്ന് ഡിസ്റപ്റ്റ് ആയി കഴിഞ്ഞാൽ ഒബിയസ്ലി എന്തായിരിക്കും? നല്ല രീതിയിൽ അതിനെ ബാധിക്കും. പിന്നെ ഇമ്പാക്ട് ഓഫ് സ്ലീപ്പ്, കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ ആണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഒരു മെന്റൽ ഹെൽത്ത് നമുക്ക് ഭയങ്കര 100%, 100 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു ഫുൾ നല്ല രീതിയിൽ നമുക്കൊരു റീചാർജ് ചെയ്യണം. അതായത് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിനെ ചാർജ് ചെയ്യുന്നത് പോലെ നമുക്ക് ഉള്ള ഒരു ചാർജിങ് തന്നെയാണ് നമ്മളുടെ സ്ലീപ്പ്. ഒരു 6 to 7 hours മിനിമം ഒരു അഡൽട്ട് സ്ലീപ്പ് ചെയ്യണം എന്നാണ് പറയാം. നമ്മുടെ ഒരു നോർമൽ ബേസിക് അല്ലെങ്കിൽ ഒരു ബേസിക് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് ഉറങ്ങാം. അതായത് ആ സമയത്ത് നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യും, നമ്മളുടെ ചിന്തകളൊക്കെ ക്ലീൻ ആവും. പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമ്മളൊരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് മൈൻഡിലാണ് നമ്മൾ എഴുന്നേക്കുക. ബട്ട് അതിനുശേഷം നമ്മൾ ചിന്തിക്കും, നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷെ സ്റ്റിൽ നമ്മളെ ഒരു ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളുടെ കോൺഫിഡൻസും അതുപോലെ നമ്മളുടെ മോട്ടിവേഷൻ, നമുക്ക് നല്ല രീതിയിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ രാവിലെ ആ ഒരു എനർജി ലെവലിലൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുക. മെന്റൽ ഹെൽത്തിന് എന്തുണ്ട്? നമ്മളുടെ ഒരു സ്റ്റഡി ഓവറോൾ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന്റെ മേലെ തന്നെ മെന്റൽ ഹെൽത്തിന് നല്ല രീതിയിലുള്ള പവർ ഉണ്ട്. സോ അൾട്ടിമേറ്റ്ലി നോക്കുവാണെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരു ഇമ്പാക്റ്റിന്റെ അപ്പുറത്തോട്ടേക്ക് ഓവറോൾ നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻറ്റയർ ഒരു പവർ റിസോഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത്? മെന്റൽ ഹെൽത്ത് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഓവറോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോ നമുക്ക് ഇനി നിങ്ങളുടെ ഒരു ജസ്റ്റ് സ്ട്രെസ് എന്തൊക്കെയാണ്? നിങ്ങൾ സ്ട്രെസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ സ്ട്രെസ് ചെയ്യാം, ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാണ്, ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ സ്ട്രെസ്ഡ് ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ സ്ട്രെസ്സിന്റെ കുറച്ച് സിംറ്റംസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കുറച്ച് സിംറ്റംസ് നിങ്ങൾ ആരെങ്കിലും കുറച്ച് ആൾക്കാരൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? എന്താണ് സ്ട്രെസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്ഷീണം, ഓക്കെ. പിന്നെ ഇൻസോംനിയ, കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയിട്ട് ഇൻസോംനിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഓവർ തിങ്കിങ് ആണല്ലേ കൂടുതലായിട്ട്. ടെൻഷൻ, മൂഡ് സ്വിങ്സ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഓവർ ബർഡൻ, മെന്റൽ പ്രഷർ, സെൽഫ് ഡൗട്ട്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കുറെ കാര്യങ്ങൾ പറയുന്നു, സജസ്റ്റിംഗ് ഒന്നിനോടും താല്പര്യമില്ല. ഓക്കെ. അപ്പോ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ദേഷ്യം വരും, ഓക്കെ. കുറെ നല്ല നല്ല പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെസ്സിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് നായിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ സ്ട്രെസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഡിഫിക്കൽട്ടി ടു ഷെയർ ടു എനിവൺ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരടുത്തും ഒന്നും സംസാരിക്കാനോ മെയിൻലി ഒന്നിനെ പറ്റിയിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ പോകുന്ന ഒരു കാര്യം തന്നെയാണ് സ്ട്രെസ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോമൺ സ്ട്രെസ്സേഴ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു സ്ഥലത്തു നിന്നുള്ള വർക്ക് പ്രഷർ, ഭയങ്കര രീതിയിലുള്ള ഫറ്റീഗ്സ്, നല്ല രീതിയിലുള്ള നമ്മളെ തള്ളി പറയുക, അല്ലെങ്കിൽ നമുക്ക് ഓവർ ബേർഡൻ ആയിട്ട് നമ്മളുടെ ഒരു എനർജി ലെവലിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് ഓവർ ആയിട്ട് നമ്മളുടെ ഫാമിലി ലൈഫിനെയോ ഒന്നിലും ശ്രദ്ധ തോന്നാണ്ട് നമ്മൾ ഒരേ വർക്കിൽ മാത്രം കുറെ സമയം ചെലവഴിക്കുക, എന്നിട്ട് അതിന്റെ മേലെ വീണ്ടും വർക്ക് വരിക. അതൊരു എന്താണ്? സ്ട്രെസ്ഫുൾ എൻവയൺമെന്റ് തന്നെയാണ്. അതല്ലാതെ നമ്മളിപ്പോ ഒരു മദറാണ്, നമുക്ക് ഉറക്കമില്ല, നമ്മളിപ്പോ ജസ്റ്റ് കിച്ചണിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും പണികളൊക്കെ കാണും. അപ്പൊ ഓബിയസ്ലി എന്താണ്? അതൊക്കെ സ്ട്രെസ് തന്നെയാണ്.
നമുക്ക് കുറെ രീതിയിലെ സ്ട്രെസ് നമുക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നോർമലി ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെ സൈലന്റ് സിംറ്റംസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത്, നിങ്ങൾ ഒരുപാട് സിംറ്റംസിനെ പറ്റിയിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ടേക്ക് വേറെ കുറെ സിംറ്റംസ്, നമുക്ക് ഒരുപാട് ലിസ്റ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്. ആൻഡ് സിംറ്റംസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഉണ്ടാവുന്ന ഒരാൾക്ക് ഉണ്ടാവാം, ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സിംറ്റംസ് അല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. എൻറ്റയർലി പേഴ്സൺ ടു പേഴ്സൺ ഓരോ സിംറ്റംസിന്റെ ഓരോ എന്താ പറയാ അതിന്റെ ഒരു വ്യാപ്തിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്കിപ്പോ ഒരാൾ സ്ട്രെസ്സിലാണ് അല്ലെങ്കിൽ അയാളുടെ സിംറ്റംസ് കുറവല്ലേ, സോ അയാൾക്ക് വലിയ സ്ട്രെസ് ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അഡാപ്റ്റബിലിറ്റി, അതായത് ആ ഒരു സ്ട്രെസ്സിനോട് അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതും ആ സ്ട്രെസ്സിൽ ഉണ്ടാക്കുന്ന സിംറ്റംസിനെ ബാധിക്കുന്നുണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ സ്ട്രെസ് ഉള്ള ഒരാൾക്ക് ചിലപ്പോ നല്ല രീതിയിൽ ആ ഒരു സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു പാനിക് കാര്യങ്ങൾ ഒക്കെ കോസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ മൈൻഡ്ഫുൾനെസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാര്യമാണ് ബീയിങ് ഫുള്ളി ഇൻ പ്രസന്റ്. അതായത് പ്രസന്റിൽ മാത്രം ചിന്തിക്കുക, പ്രസന്റിൽ മാത്രം മൈൻഡ് ഫോക്കസ് ചെയ്യുക. അതായത് ഇന്നലകളിൽ പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടാവും. അപ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം, അതായത് പ്രസന്റിനെ ഫുള്ളി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ഒരു മൈൻഡ്ഫുൾനെസിന്റെ ഒരു സംഭവങ്ങൾ, ഒരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താലോ? നിങ്ങൾ ഓക്കെ ആണോ? ഇപ്പൊ ചെയ്യാൻ ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാട്ടോ. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം കാര്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെവർ യു ആർ, നിങ്ങൾ സിറ്റ് സ്ട്രെയിറ്റ് ചെയ്യുക, അതായത് നേരെ ഇരിക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് കണ്ണടച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഒന്നുമില്ല, കാര്യങ്ങൾ നമ്മൾ ബ്രീതിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല, വലിയ കാര്യങ്ങളും വലിയ ഫിസിക്കൽ എക്സസൈസോ ആക്ടിവിറ്റിയോ ഒന്നുമല്ല. സോ വേറെവർ യു ആർ, അവിടെ നല്ല രീതിയിൽ നമ്മൾ കാലൊക്കെ അല്ലെങ്കിൽ നിലത്തുറപ്പിച്ചിട്ട് നമ്മൾ ജസ്റ്റ് കൈയും കാലും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ണടക്കുവോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു താഴോട്ടേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ബോഡീൻ്റെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആൻഡ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിൽ, എന്നിട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്യാം, എന്നിട്ട് എക്സെയിൽ ചെയ്യാം. അതായത് മൂക്ക് കൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അതിനുശേഷം കുറച്ച് സമയം ശ്വാസം പിടിച്ചു വെച്ചതിന് ശേഷം നമ്മളുടെ വായിലൂടെ നമ്മളുടെ ആ ഒരു ശ്വാസം വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് സിമ്പിൾ പ്രോസസ് ആണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെഷൻ ഇത്രയും ഓവർവെൽമിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ അല്ല ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, അതിനുശേഷം ജസ്റ്റ് കണ്ണടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻ കേസ് കണ്ണടക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ലുക്ക് ഡൗൺ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബോഡിയിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാം. എന്നിട്ട് ജസ്റ്റ് ഇൻഹേൽ, ബ്രീതിനെ കൺട്രോൾ ചെയ്യാം, ഹോൾഡ്, എക്സെയിൽ. എക്സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കംപ്ലീറ്റ് ലങ്സിലുള്ള ശ്വാസം നമ്മൾ ജസ്റ്റ് പുറത്തോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് ഒരു 3 പ്രാവശ്യം ഇത് കണ്ടിന്യൂസ്ലി ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇൻഹേൽ, ഹോൾഡ്, എക്സെയിൽ. ഇൻഹേൽ, ഹോൾഡ്, എക്സെയിൽ. ഇൻഹേൽ, ഹോൾഡ്, എക്സെയിൽ. ഓക്കെ, ജസ്റ്റ് ഇതാണ് മൈൻഡ്ഫുൾനെസ്. അതായത് നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങളുടെ കുറച്ച് ഇൻഫോർമേഷൻസ് പോകുന്നതൊക്കെ നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്ത് മെയിൻലി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ നെക്സ്റ്റ് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സെയിൽ ഇൻഹെയിൽ ചെയ്തിട്ട് ഇപ്പൊ കുറച്ചുകൂടെ ഓക്കെ ആയില്ലേ, നിങ്ങൾക്ക് ബ്രീതിങ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മളുടെ ബോഡിയിലേക്ക് ഉണ്ടാവുന്ന ഓക്സിജൻ സപ്ലൈ ആണ് ആക്ച്വലി ഇത് നമ്മുടെ ബ്രെയിനിലോട്ടേക്കുള്ള ഓക്സിജൻ സപ്ലൈ. അതിനെയും നമ്മളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സിസ്റ്റത്തിനെയൊക്കെ നമ്മളുടെ ഈ ഒരു ഓക്സിജൻ ഹോൾഡിങ്, ഇൻഹെയിലിംഗ് ആൻഡ് എക്സെയിലിംഗ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ബീയിങ് ഫുള്ളി ഇൻ പ്രസന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്കിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇനി ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ബീയിങ് ഫുള്ളി ഇൻ പ്രസന്റ്. ഓക്കെ, അപ്പോ നമുക്ക്
മൈൻഡ്ഫുൾനെസ് ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു, അതിന്റെ ഒരു സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് ചെയ്യുക? അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്ന സമയത്ത് യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക യോഗ മാറ്റ് ഒക്കെ എടുത്തിട്ട് പോകേണ്ടി വരുമല്ലോ എന്നുള്ള രീതി. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറെക്കുറെ ചിന്തിച്ചത് ഒരു മെഡിറ്റേഷൻ കൈൻഡ് ഓഫ് ലെവലിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഒരു മൈൻഡ്ഫുൾനെസ് പറയുമ്പോൾ മെഡിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്നോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല. അവിടുന്ന് ചെയ്യാം, പക്ഷേ നമുക്ക് എവിടുന്നും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. അതായത് അവിടെ ഇരുന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം. എന്താണ് നമുക്ക് ഒരു സ്റ്റഡി ചെയ്യേണ്ടത്, അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് മൈൻഡിലൂടെ പോകുന്നത്? ഒരുപാട് തോട്ട്സുകളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് പോകുന്നുണ്ടോ മൈൻഡിലൂടെ? അങ്ങനെ ഇങ്ങനെ ഒരുപാട്, നമുക്ക് നാളെ അവിടെ പോകണം, അല്ലെങ്കിൽ മറ്റന്നാൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആണ്, ഡെഡ് ലൈൻ ആണ്, അങ്ങനെയുണ്ട്, ഇങ്ങനെ ഒരുപാട് തോട്ട്സ് എല്ലാവരുടെ മൈൻഡിൽ കൂടെ. ആരെ മൈൻഡും ക്ലിയർ ആവില്ല. നമുക്കൊരു ഒരാളുടെ ബ്രെയിനിൽ തന്നെ അറ്റ് എ ടൈം തന്നെ തൗസൻഡ്സ് ഓഫ് തോട്ട്സ് നമ്മളുടെ ബോഡിയിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ സ്റ്റഡി ചെയ്യും? അങ്ങനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അവിടെ ഇരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ബേസിക് ലെവൽ ഓഫ് മൈൻഡ്ഫുൾനെസ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇൻഹേൽ ചെയ്യാം. ഇപ്പോൾ 1 2 3 എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കൗണ്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലോട്ടേക്ക് പോകണമെങ്കിൽ നമുക്കൊരു അഡ്വാൻസ് ലെവൽ ഓഫ് മൈൻഡ്ഫുൾനെസ് രീതിയിലോട്ടേക്ക് നമുക്ക് കാര്യങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. പക്ഷേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അതായത് ഇന്ന് ഞാൻ ചെയ്തു, അപ്പോൾ എല്ലാം എന്റെ ഓക്കെ ആയി, എന്റെ മെന്റൽ ഹെൽത്ത് പീസ്ഫുൾ ആയി എന്നുള്ള രീതിയിലല്ല. നമ്മളൊരു കൺസിസ്റ്റൻസി ഇതിൽ കീപ്പ് ചെയ്യണം. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനിരുന്നു, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയി, ഞാൻ 2 മിനിറ്റ് നേരം ഇൻഹെയിലും എക്സെയിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ അവിടെ കിട്ടില്ല. നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു പ്രോസസ്സ് ഭയങ്കര ഡിവൈൻ ആയിട്ട് കണ്ടതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് സ്ലീപ്പിന്റെ മുമ്പേയോ, അതായത് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല, നിങ്ങളുടെ മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആണ്, കാരണം നമുക്കറിയാം നമ്മുടെ രാത്രിയാണ് ഒരുപാട് തോട്ട്സുകൾ നമ്മുടെ മൈൻഡിലോട്ടേക്ക് വരുന്ന ഒരു ടൈം. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു മൈൻഡ്ഫുൾനെസ് ചെയ്യാം. കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിലോട്ടേക്കും നിങ്ങളുടെ ശ്വാസത്തിലോട്ടേക്കും ഒക്കെ ശ്രദ്ധിച്ച് ഇൻഹെയിലും എക്സെയിലും ചെയ്യാം. സിമ്പിൾ ആണ്, ഏറ്റവും ബേസിക് ലെവലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു വാക്ക് ചെയ്യുന്നതിന്റെ നടുവിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു നടത്തത്തിന്റെ ഇടയിൽ നിങ്ങൾ കണ്ണുപൂട്ടി നടക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രീത്ത്. ആ ഒരു ബ്രീതിങ്ങിന്റെ റിതം കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ശ്വാസം വലിക്കുക അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് ടേസ്റ്റ്ലി കഴിക്കുക. അതായത് ആ ഓരോ കഴിക്കുന്ന ആ ഒരു നമ്മൾ ഓരോ ഉരുട്ടകളായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ ടേസ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും ഇപ്പൊ കുറെ ആൾക്കാരെ നേരത്തെ പറയുന്നത് കേട്ടായിരുന്നു, ഭയങ്കര ഓവർവെൽമിംഗ് ആണ്, ഭയങ്കര ഓവർവെൽംഡ് ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. നമുക്ക് ഓവർവെൽമിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് അഡ്വാൻസ് ലെവലിലോട്ടേക്ക് പോവാണ്. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആയിട്ട് തന്നെയാണ്, അത്ര അഡ്വാൻസ്ഡ് അല്ല, പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ഒന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഗൈഡഡ് മൈൻഡ്ഫുൾനെസ് എക്സസൈസിലോട്ടേക്ക് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇരിക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെയല്ല, കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടെ ഒരു ഗൈഡഡ് മൈൻഡ്ഫുൾനെസ് എക്സസൈസിലോട്ടേക്ക് പോവാണ്. അപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. ഒരു ചെയറിന്റെ മേലെ ഇരിക്കുവാണെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ലീൻ ബാക്ക്വേർഡ് ഒന്നും ചെയ്യാതെ നമ്മളെ ആ ഒരു കറക്റ്റ് സ്പൈൻ ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ ഹാൻഡും ലെഗും എല്ലാം ഒന്ന് ലൂസ് ആക്കി വെക്കുക. അപ്പൊ നമ്മള് തറയിലാണ് കാല് വെക്കുന്നെങ്കിൽ തറയിൽ ഒന്ന് അമർത്തി വെച്ചിട്ട് തന്നെ ഇരിക്കാം. ഓക്കെ ആണോ? നമുക്ക് തുടങ്ങാം അല്ലെ? അപ്പോ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ അവിടെ ഇരിക്കുക. നിങ്ങൾ ഇരിക്കുമായിരിക്കും. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒരു ബ്രീതിങ് എക്സസൈസിലോട്ടേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടക്കുക. നേരത്തെ ചെയ്തതുപോലെ കണ്ണടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് 1 2 3 എന്നുള്ള രീതിയിൽ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാൻ കൗണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഇൻഹേലിംഗ് എക്സേലിംഗ് പ്രോസസ്സും നടക്കണം വേണ്ട, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 1 2 3 ഋതത്തിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഹെയിൽ ചെയ്ത്
ഹോൾഡ് ചെയ്ത് എന്നിട്ട് ഒരു 1 2 3 മൈൻഡിൽ കൗണ്ട് ചെയ്തതിന് ശേഷം എക്സേൽ ചെയ്യുക. എക്സേൽ ചെയ്യുന്നത് വായിക്കൂടെയാണ്. മുഖ കൂടെ ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് അവിടെ 1 2 3 കൗണ്ട് ചെയ്ത് എക്സേൽ ചെയ്ത് എന്നിട്ട് കംപ്ലീറ്റ് ലങ്സിലുള്ള ഓക്സിജൻ നമ്മളുടെ ആ ഒരു വായിലൂടെ പുറത്തു വരുന്നുള്ളത് ഉറപ്പാക്കിയതിനു ശേഷം അടുത്ത ആ ഒരു ബ്രീതിങ് ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് റെപ്പ് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു എക്സസൈസിലോട്ടേക്ക് പോവാം. ജസ്റ്റ് ഇൻഹേൽ 1 2 3, exhale 1 2 3. Okay, inhale 1 2 3, hold 1 2 3, exhale 1 2 3, inhale 1 2 3, hold 1 2 3, exhale 1 2 3. Okay, how are you feeling now? ഇപ്പൊ എങ്ങനെ തോന്നുന്നു? എന്തെങ്കിലും മാറ്റം ബോഡിയിൽ തോന്നുന്നുണ്ടോ? ഇപ്പൊ റൈറ്റ് നൗ സ്റ്റാർട്ടിങ്ങിലാണ്, വലിയ വലിയ മാറ്റങ്ങളൊന്നും തോന്നാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലെ ചേഞ്ചസ് നമ്മളുടെ ബോഡിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നും വരാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ ക്രമേണ നമ്മളുടെ ഒരു ബ്രീതിങ് ടെക്നിക്കും കാര്യങ്ങളും നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിങ്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു എഫക്ട് നമുക്ക് ഈ ഒരു ബ്രീതിങ് ടെക്നിക്ക് കൊണ്ടും മൈൻഡ്ഫുൾനെസ് കൊണ്ടും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കാര്യത്തിലോട്ടേക്ക് പോവാം. അതായത് ഗ്രൗണ്ടിങ് ടെക്നിക്. അതായത് ഗ്രൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് 5 4 3 2 1 ഗ്രൗണ്ടിങ് എന്നുള്ള രീതിയിലും നമുക്കറിയാം. ഇപ്പൊ നേരത്തെ ചെയ്തത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, മൈൻഡ്ഫുൾനെസ് കോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് 1 2 3 4 എന്നുള്ള രീതിയിലോട്ടേക്കോ 1 2 3 എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 1 2 എന്നുള്ള രീതിയിലോട്ടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പോകണമെന്നില്ല. നമ്മൾ ചെയ്ത് നമ്മൾ ആ ഒരു കൺസിസ്റ്റന്റ് മാനറിലോട്ടേക്ക് എത്തിയതിന് ശേഷമാണ് ചിലപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട്, ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, നമ്മൾ ജസ്റ്റ് ഒന്ന് തടി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജിമ്മിൽ പോയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മൾ തടി കുറയില്ല. നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ടൈമിൽ നിന്ന് ചെയ്ത് നമുക്ക് തടി കുറക്കാം. അതുപോലെ തന്നെയാണ് ഈ ഒരു മൈൻഡ്ഫുൾനെസ്സും. നമുക്ക് ജസ്റ്റ് സഡൻ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ തോന്നാം, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 100% റിസൾട്ടിലോട്ടേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഇത് ജസ്റ്റ് ഒരു അഡ്വാൻസ് ലെവൽ എന്നുള്ള രീതിയിൽ അപ്പുറത്തോട്ടേക്ക് ഒരു ബിഗിനർ ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. അതായത് 5 നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ റൈറ്റ് നൗ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ചുറ്റും കാണുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എഴുതാം 5 തിങ്സ് യു സീ. എന്താണ് നിങ്ങൾ കാണുന്ന ആ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? നമുക്ക് എല്ലോ എഴുതണ്ട, നമുക്ക് ജസ്റ്റ് 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക്കലി ഫസ്റ്റ് നമ്മൾ ഇൻഹാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, 5 കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ബീയിങ് ഇൻ പ്രസന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീയിങ് ഇൻ പ്രസന്റ് തന്നെയാണ്. 5 തിങ്സ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു എൻവയൺമെന്റുമായിട്ട് സെറ്റ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാക്ടിക്സ്, ബ്രെയിനെ ഒന്ന് ട്രിക്ക് ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് തന്നെയാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അതായത് 5 തിങ്സ് നിങ്ങൾ കാണുന്ന ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 4 കാര്യങ്ങൾ, അതായത് സിംപ്ലിഫൈഡ് നോട്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സമ്മറൈസ് ചെയ്യുക, റിസോഴ്സസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് യു ഹിയർ. അതായത് നമ്മൾ എന്താണ് കാര്യങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, നമ്മൾ എന്താണ് കേൾക്കുന്നത്. നമ്മളിപ്പോ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നുണ്ടാവാം. അപ്പൊ ആ ഒരു ശബ്ദത്തിന്റെ അപ്പുറത്തോട്ടേക്ക് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ശബ്ദങ്ങളും വേറെ ഫോണിലുള്ള, ഇപ്പൊ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഫോണുകളുള്ള ഒരു വീടായിരിക്കുമല്ലോ നമ്മൾ എന്തായാലും ഉണ്ടാകുക. അപ്പൊ അങ്ങനെ എത്തുന്ന ആ സൗണ്ടുകൾ, അപ്പുറത്തെ വീട്ടിലുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ബേർഡിന്റെ രാവിലെ ഒക്കെ ആവുന്ന സമയത്ത് ബേർഡിന്റെ സൗണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ടിവിയിലുള്ള വോയിസ് കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഗ്രൗണ്ടിങ് ടെക്നിക് കൊണ്ട്. അതായത് നമ്മളുടെ 5 സെൻസറി ഓർഗൻസ് ഉണ്ട്. അപ്പൊ 5 സെൻസറി ഓർഗൻസിനെയും നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊന്ന് തിരികൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 5 തിങ്സ് യു സീ,
three things you hear, two things you smell, and also one thing you taste എന്നുള്ള രീതിയിലാണ് നമ്മൾ പോവുക. അതായത് നമ്മുടെ 5 സെൻസറി ഓർഗൻസ്, നമ്മളുടെ ഓഡിറ്ററി, വിഷ്വൽ, അതുപോലെ തന്നെ ഓൾഫാക്ടറി, അങ്ങനെ ഒരുപാട് നമുക്കറിയാം 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസറി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രിക്ക് ചെയ്ത് നമ്മളുടെ ബ്രെയിനിനെ ആ ഒരു കറന്റ് എൻവയൺമെന്റിലോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഇതൊന്നും ചെയ്തില്ല, നമ്മൾ മൈൻഡ്ഫുൾനെസ് ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് മാത്രം ചെയ്തിട്ടോ ഒരു കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെക്യൂർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സെൽഫ് കെയർ. അല്ലെങ്കിൽ സെൽഫ് കെയർ ഒരിക്കലും എന്തല്ല ലക്ഷറി അല്ല, നമ്മൾ ഭയങ്കര ഒരു സെൽഫ് കോൺഷ്യസ് സെൽഫിഷ്നെസ് എന്നുള്ള രീതിയിലോട്ടേക്ക് കൊണ്ടുവരാതെ സെൽഫ് കെയർ എന്താണ്, നമുക്ക് ആക്ച്വലി എന്താണ്, നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി വേറെ ആർക്കും അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കറക്റ്റ് സമയത്ത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ ഡെയിലി ലൈഫ് സെൽഫ് കെയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടർ, ഫുഡ്, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഡീഹൈഡ്രേഷൻ, നമുക്കറിയാം നമ്മളുടെ സ്ലീപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പിനെ പോലെ തന്നെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ഓഫ് നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, അല്ലെങ്കിൽ സിസ്റ്റം കൊളാപ്സ് ആവും, നമുക്കൊന്നും നടക്കൂല, ഫിസിക്കൽ ഹെൽത്തും ഇല്ല, മെന്റൽ ഹെൽത്തും എല്ലാം കൂടെ സീറോയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പ്രൈമറിലി വേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഒരു സെൽഫ് കെയർ റുട്ടീൻ. അല്ലെങ്കിൽ സെൽഫ് കെയർ റുട്ടീൻ ആയിട്ട് പോകണമെന്നില്ല, നമ്മളുടെ ബേസിക് സെൽഫ് നീഡ്സ് ഉണ്ട്. ഫുഡ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്, അതായത് മിനറൽസ്, ന്യൂട്രിയൻസ്. നമ്മൾ ഇപ്പൊ കഴിക്കുന്നത് നമുക്ക് കുറെ പച്ചക്കറി, പല കളർ പച്ചക്കറി ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആൻഡ് ഓൾസോ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ബ്രെയിൻ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസിന്റെ കാര്യങ്ങളാണ്. ബ്ലഡിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോ എല്ലാം ഒന്ന് എനർജറ്റിക് ആക്കണമെങ്കിൽ നമുക്ക് വാട്ടർ സപ്ലൈ ആവശ്യമാണ്. അപ്പോൾ വാട്ടർ, ഫുഡ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതിൽ നമുക്ക് ഉണ്ടാവുന്ന മിനറൽസ്, ന്യൂട്രിയൻസ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടെ നോക്കുക. എന്താണ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ആണ്. ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഭയങ്കര രീതിയിൽ ജിമ്മിൽ പോയിട്ട് ഹൈ ഇന്റൻസ് വർക്ക്ഔട്ടും കാര്യങ്ങളൊന്നും ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മൾ യോഗ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ഒന്ന് ജസ്റ്റ് കൈയും കാലും ഒക്കെ ഒന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിവർത്തുക. ബെഡിൽ എഴുന്നേറ്റ് അങ്ങനെ തന്നെ നമ്മൾ ഫോണിലേക്കാണ് പോവുക. പക്ഷെ ഫോണിൽ നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് മുക്തിയാക്കി നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ നാളെ ബെഡിൽ എഴുന്നേറ്റതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് നിവർത്തി വെക്കുക, കാലൊന്ന് നിവർത്തി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നെക്സ്റ്റ് ഉള്ള ഒരു കാര്യമാണ് മീ ടൈം. അതായത് ഞാൻ എനിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ടൈപ്പ്. നമ്മൾ ഇപ്പോൾ ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ വരുന്ന ആൾക്കാരായിരിക്കാം, വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഹൗസ് വൈഫുകളായിരിക്കാം, മദർ ആയിരിക്കാം, ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡോട്ടറോ എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ മേൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ സൊസൈറ്റി നമ്മളുടെ മേൽ ഇമ്പോസ് ചെയ്ത കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതല്ല, നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാം ഇടയിൽ നമ്മളുടെ ഒരു മീ ടൈം എന്നുള്ളത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. എനിക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു സൺഡേ ഞാൻ പോയി സിനിമയ്ക്ക് പോകണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നമുക്ക് ഒരു മീ ടൈം, അതായത് കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂട്ടീന് നമ്മൾ സിസ്റ്റമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ജസ്റ്റ് നമ്മൾ ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇപ്പോൾ പുറത്തു പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോകാം. അല്ല, നമുക്ക് ഒന്നും ചെയ്യാണ്ട് ചുമ്മാ ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. അതായത് നമ്മൾ ഉറങ്ങുക, ജസ്റ്റ് ഉറങ്ങുന്നതാണ് നമുക്ക് പീസ്ഫുൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ നമ്മൾ അത് ചെയ്യാം. ഓക്കെ. പിന്നെ ഉള്ളതാണ് ഡിജിറ്റൽ പോസ്. അതായത് നമുക്കറിയാം നമ്മൾ ഒരു ഫോണിന്റെ മേലെ ജസ്റ്റ് ഭയങ്കര ബൈൻഡഡ് ഓൺ ആണ് നമ്മൾ എല്ലാവരും. അതായത് റീൽസ്, ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഭയങ്കര രീതിയിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. 1 മണിക്കൂർ നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് എത്ര പ്രാവശ്യം തിരിഞ്ഞ് വീണ്ടും നോക്കും. അത് ഭയങ്കര രീതിയിൽ നമ്മൾ അഡിക്റ്റഡ് ആണ്. കാരണം നമുക്കത് കാണുമ്പോൾ, നമുക്ക് അതിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ഹൈ ആവുകയും നമ്മളത് നല്ല രീതിയിൽ
എന്താ ചെയ്യുക, നല്ല രീതിയിൽ അഡിക്ഷൻ, നമുക്കൊരു ഫീൽ ഗുഡ് ആണ്, ഡോപ്പമിൻ ആയിട്ട് നമ്മളുടെ ബോഡിയിലോട്ടേക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ നമുക്കൊരു പ്ലഷർ കിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങ് ലയിച്ചു പോകും. നമുക്കറിയില്ല എത്ര സമയമാണ് നമ്മൾ അതിലേക്ക് നഷ്ടപ്പെടുത്തി പോകുന്നത്. നമ്മുടെ വിലപ്പെട്ട സമയമാണ്, നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് ടൈം തന്നെയാണ്. അപ്പൊ ആ ഒരു ഡിജിറ്റൽ സ്പേസിൽ നിന്ന് കുറച്ച്, അതായത് ഒരു ദിവസം ഡീആക്ടിവേറ്റ് ചെയ്ത് പിറ്റേ ദിവസം കയറണം എന്നുള്ളതല്ല പറയുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ്, നമുക്ക് എല്ലാ ആപ്പിലും, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ഒരു ലിമിറ്റും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല, നമുക്ക് ഒരു സൺഡേ സാറ്റർഡേ, നമുക്ക് വീക്ക് ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു സൺഡേ ഈവനിങ് ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എലോൺ, എന്റെ ഫോൺ ഞാൻ ജസ്റ്റ് മാറ്റി വെക്കും. ഞാൻ കുറച്ച് നേരം, അതായത് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഒരു മണിക്കൂർ, പിന്നെ അങ്ങനെ ഗ്രാജുവലി കൂട്ടി കൂട്ടി വന്നു കൊണ്ടുവരണം മതി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫോണൊക്കെ പോകുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ അഗ്രഷനും ദേഷ്യമൊക്കെ നമ്മൾ തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ ദോ അത് നമ്മുടെ ഐഡിയ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇറിറ്റേഷൻ നല്ല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെച്ചിട്ട് ഗ്രാജുവലി നല്ലൊരു ഡിജിറ്റൽ സ്പേസിന് ഒരു ഫോൾ ബാക്ക് നമുക്ക് ആവശ്യമാണ്, നമ്മളുടെ ബ്രെയിനിന് ആവശ്യമാണ്. ബിക്കോസ് നമ്മൾ കാണുന്ന ഡിജിറ്റൽ സ്പേസിലെ എല്ലാ കാര്യങ്ങളും സത്യമല്ല, അതിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മെന്റലി എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ ആ രീതിക്ക് തന്നെ സെറ്റിനാവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തതാണ് നമ്മളുടെ ഒരു ലൈഫ് ബാലൻസ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു കാര്യം. നമ്മൾ ലൈഫ് ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയി ഒരു ടൈം ടേബിൾ വെച്ച് മൂവ് ഇൻ ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒരാൾക്ക്, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു നൈറ്റ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് ഞാൻ രാത്രി കാലങ്ങളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് പഠിക്കേണ്ടത്, നമുക്ക് എപ്പോഴാണ് കൂടുതൽ പഠിച്ചാൽ മനസ്സിലാവുക, എപ്പോഴാണ് ഞാൻ ചില ആൾക്കാർക്ക് ഭയങ്കര രാവിലെയൊക്കെ എഴുന്നേറ്റുന്ന നല്ല റിഫ്രഷ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ലൈഫ് ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യുക, അതായത് ഒരു റുട്ടീന്റെ ഭാഗമാക്കി നമ്മളുടെ ഈ ഒരു കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിവിടെ സ്റ്റഡീസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഓറിയന്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങും, നമ്മൾ പഠനത്തിലോട്ടേക്ക് വരും. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. രാവിലെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണോ, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിന്റെ മുമ്പേ ആണോ, അല്ല നിങ്ങൾ ഹൗസ് വൈഫ് ആണെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണോ. അപ്പൊ നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ കൂടുതലായിട്ട് ആ ഒരു ടൈമിൽ എവിടെയാണ് നിങ്ങൾ സ്റ്റഡീസ് കൊണ്ടുപോയി വെക്കേണ്ടത്, നിങ്ങളുടെ ഫാമിലി ടൈം നിങ്ങൾ എപ്പോഴാണ് കോർപ്പറേറ്റ് ചെയ്യേണ്ടത്, സെൽഫ് കെയർ, നേരത്തെ മെൻഷൻ ചെയ്ത സെൽഫ് കെയറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റം, നമ്മളുടെ ഫാമിലി, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗോ ടു, നമ്മളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യുക എന്ന് വിചാരിച്ച് നമ്മളുടെ നെഗറ്റീവ് കാര്യങ്ങളിൽ എൻകറേജ് ചെയ്യാൻ, തെറ്റാണെങ്കിൽ തെറ്റാണ്, അതായത് തിരുത്തണം എന്നുള്ള രീതിയിൽ പറയുന്ന നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഒരു ബൗണ്ടറിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നമ്മളുടെ ഒരു റുട്ടീനിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, റീസെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ റുട്ടീൻസ് ഒന്നുകൂടെ പാച്ച് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ അതിന്റെ മേലെ ബിൽഡ് ഓൺ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മളുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും, നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയ കാര്യമല്ല പറയുന്നത്, ജസ്റ്റ് ചെറിയ ചെറിയ, അതായത് നാളെ ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മണിക്ക് ഞാൻ യൂഷ്വലി എഴുന്നേക്കാത്ത ഒരാളാണ്, ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നാളെ 7 മണിക്ക് എഴുന്നേക്കുന്നതിന് പകരം 6 മണിക്ക് എഴുന്നേറ്റാൽ അതൊരു മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ നമ്മൾ അതിൽ നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടി നോക്കുക. ചെറിയ ചെറിയ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾ അതൊരു നമുക്ക് കിട്ടുന്ന ഒരു എന്താണ്, ഒരു ജസ്റ്റ് ഒരു അവാർഡാണ്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൽ ഓക്കെ ആയി വന്നു, ഞാൻ ജസ്റ്റ് എന്റെ റുട്ടീൻ റീസെറ്റ് ചെയ്തു, അതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്തത് എല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്, നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ, ഞാൻ ആണെങ്കിൽ ഞാൻ ഒരു നല്ല പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം, ഒന്ന് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ ഇപ്പോ ഇത്രയും നേരം ഞാൻ ഡിസ്കസ് ചെയ്തത് കുറച്ച് മൈൻഡ്ഫുൾനെസ്, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ലേൺ വൈസ്, നമ്മൾ ഇവിടുന്ന് ഹാപ്പിനെസ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ലേൺ വൈസ് ഹാപ്പിനെസ് സപ്പോർട്ട് എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു റോൾ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മളിവിടെ ഒരു ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പിനെസ് അംബാസഡർ ഇപ്പൊ ഹന മാം ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങളും സിവിയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ കൺസേൺസും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്റെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഒരാള് എന്നെ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ കിട്ടുന്ന ഒരു സമയത്ത് നമുക്കൊരു ഗോ ടു പേഴ്സൺ ആയിട്ട് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു റോള് തന്നെയാണ് ഹാപ്പിനെസ് അംബാസഡർ. അതായത് നിങ്ങൾക്ക് പഠിത്തത്തിലായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുക. സിവിയർ കേസസ് ആണ് ഇപ്പൊ നമുക്ക് ഓൺലൈൻ ത്രൂ ആവുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പരിമിതികൾ അതിലുണ്ടാവും. അപ്പൊ സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഒരു പുറത്തു പോയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ, ഇപ്പൊ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു അപ്പുറത്തോട്ടേക്ക് നമ്മൾ ഇപ്പൊ കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ വഴി ഒന്ന് ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലിയർ ആക്കുക എന്നുള്ള ഒരാൾ തന്നെയാണ് ഇവിടെയുള്ള ഹാപ്പിനെസ് അംബാസഡർ. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ 1-to-1 പേഴ്സൺ ആയിട്ട് നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആണെങ്കിൽ നമ്മൾ ആ ഒരു സെഷനിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടാവും. അവിടെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നോ അത് നമ്മൾ രണ്ടുപേരിൽ തന്നെ ഒതുങ്ങും. കാരണം നമുക്കറിയാം ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ടെക്നിക്കിന്റെ ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ കോൺഫിഡൻഷ്യാലിറ്റി തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി നമ്മൾ ഭയങ്കര ഓവർവെൽംഡ് ആയി പരീക്ഷയുടെ മുമ്പിൽ നമുക്ക് നമ്മൾ അങ്ങനെ എത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമ്മൾ എങ്ങനെ ഇവരെ കണക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഓൺലൈൻ ത്രൂ ആണ് നമ്മളുടെ ഒരു ഗൂഗിൾ ഫോംസ് ഒക്കെ പോലുള്ള ഒരു സ്ലോട്ട് ബുക്കിംഗ് തന്നെയാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് അംബാസഡറിന്റെ ആ ഒരു സ്ലോട്ട് ബുക്കിംഗ് കാര്യങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ അല്ലെങ്കിൽ LSC ത്രൂ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കും കാര്യങ്ങളും റിസീവ് ആവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓരോ സ്ലോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഡെയിലി ബേസിസിൽ നമ്മളിങ്ങനെ ഓരോ സ്ലോട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ, എവിടെയാണ് നമ്മൾ സ്റ്റക്കിൻ ആയത്, എവിടെയാണ് നമ്മൾ ഒരു ഇംപ്രൂവ്മെന്റ് കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഗൂഗിൾ മീറ്റ് സെഷൻ ത്രൂ ചിലപ്പോൾ നമുക്കൊരു ഫോളോ അപ്പ് സെഷൻസിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യമായിരിക്കും. ആ ഒരു സെഷനിൽ കണ്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അതിന്റെ വ്യാപ്തിയും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട സ്ട്രെങ്ത്തും അതിന്റെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യേണ്ട കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യേണ്ട ഏരിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻസ് നമ്മൾ ചിലപ്പോൾ ഫോളോ അപ്പ് ആയിട്ട് നിങ്ങൾ ഒരു സെഷൻസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോൾ ഒരു നെക്സ്റ്റ് ഡേ ബുക്ക് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് ഫോളോ അപ്പ് ഒക്കെ തന്നിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സെഷൻസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ കൺഫേം ഡേറ്റ് കൊടുക്കാം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ ഒരു ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മേജർലി മൈൻഡ്ഫുൾനെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളും കുറക്കേണ്ട കുറച്ച് ടാക്ടിക്സുകളും കുറച്ച് സ്ട്രാറ്റജീസും മാത്രം പരിചയപ്പെടുത്തിയ ഒരു സെഷൻസ് ആണ്. അപ്പോൾ ഇതിനുശേഷം നമുക്കറിയാം ഓരോ ഓറിയന്റേഷൻ ആക്ഷൻ ടാസ്കുകളും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ആക്ഷൻ ടാസ്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒരു ഐഡിയാസ് സജഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ആക്ഷൻ ടാസ്കിൽ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം മേജർലി ചോദിക്കുന്ന 3 കാര്യങ്ങളാണ്. ഹൗ ഹാവ് യു ബീൻ ഫീലിംഗ് ലേറ്റ്ലി, അതായത് കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് എഴുതാം. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വാട്ട് സെൽഫ് കെയർ വിൽ യു സ്റ്റാർട്ട്, അതായത് നിങ്ങൾക്ക് ഈ ഒരു സെഷന് ശേഷം നമ്മൾ ഓരോ സെൽഫ് കെയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ മേജർലി നിങ്ങൾ ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് സെഷൻ ആണ് ബുക്ക് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് സംസാരിക്കണം, നമ്മളിവിടെ ഉണ്ട്, അതാണ് നമ്മുടെ ഹാപ്പിനെസ് അംബാസഡറിന്റെ ആ ഒരു റോള് തന്നെ. അപ്പോൾ നിങ്ങൾ ആ ഒരു സെഷനെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് ബുക്ക് ചെയ്യാം കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ വെൽബീങ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അക്ഷര മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സെഷനിലും ലാസ്റ്റിൽ നമ്മൾ ഒരു ആക്ഷൻ ടാസ്ക് തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും സബ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഏതാണോ പെൻഡിങ് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ആദ്യം ഫുൾ നെയിം ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻറോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഏതാണോ
അത് ചൂസ് ചെയ്യുക. മെന്ററിന്റെ പേര് അല്ലെങ്കിൽ LSC ആരാണോ അവരുടെ പേര് മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ വിച്ച് പാർട്ട് ഓഫ് ദി സെഷൻ സ്റ്റേഡ് വിത്ത് യു ദ മോസ്റ്റ്, അല്ലെ ഇതിലേത്, നമ്മൾ കുറേ അധികം കാര്യങ്ങൾ അക്ഷര മാം നമ്മളടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഇത് കൊള്ളാലോ, എനിക്ക് ഇത് വളരെ ഉപകാരപ്രദമാണല്ലോ എന്ന് വിചാരിച്ച ഒരു കാര്യം ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ടിക്കുക. ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതുപോലെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് എന്താ ഓൾ ഓഫ് ദി എബവ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഹാവ് യു ബീൻ ഫീലിംഗ് ഇമോഷണലി. അപ്പോൾ ഇതിൽ കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാം ആൻഡ് ഫോക്കസ്ഡ് ആണെങ്കിൽ അത് എങ്ങനെയാണ്, ഫ്രീക്വന്റ്ലി ആണോ, അല്ലെ ഒക്കേഷണലി ആണോ, അല്ലെ വളരെ റെയർ ആയിട്ടാണോ, അല്ലെ ഇല്ല നമുക്ക് അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെയുള്ള 4 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ പറ്റി, അതിൽ നിങ്ങൾക്ക് ടിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറെ അധികം ഓപ്ഷൻ ഉണ്ട്. കാം ആൻഡ് ഫോക്കസ്ഡ് പോലെ ഓവർവെൽംഡ് ഓർ ആങ്ഷ്യസ് ആണോ, അല്ലെങ്കിൽ സ്റ്റഡീസിന് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടായിരുന്നോ ഉണ്ടായിരുന്ന, ലോ ഇൻ എൻട്രോൺ പോലെയായിരുന്നോ തോന്നിയിരുന്നത്, കണക്റ്റഡ് വിത്ത് അതേഴ്സ് ആയിരുന്നോ, ഹോപ്പ്ഫുൾ അബൌട്ട് ദ ഫ്യൂച്ചർ ആണെങ്കിൽ അതെങ്ങനെയാണ്, അത് ഫ്രീക്വന്റ്ലി അങ്ങനെ ഫീൽ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഒക്കേഷണലി ആണോ, റെയർലി, അല്ലെങ്കിൽ ഇല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അവിടെ എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. വാട്ട് ഇസ് വൺ സിമ്പിൾ സെൽഫ് കെയർ ഹാബിറ്റ് യു വിൽ സ്റ്റാർട്ട് ഓർ റീസ്റ്റാർട്ട് ആഫ്റ്റർ ദ സെഷൻ. അപ്പൊ ഈ ഒരു സെഷൻ നമ്മൾ മൊത്തമായിട്ടും കേട്ടു. ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും നമ്മളുടെ ഒരു സെൽഫ് കെയർ ഹാബിറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അല്ല നമ്മൾ കുറെ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് സ്റ്റക്ക് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇത് സെഷൻ കേട്ടതിന് ശേഷം കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്, അതൊന്ന് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ്, ഒരു സെൽഫ് കെയർ ഹാബിറ്റ് എന്താണ്? ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്ത പോലെ 10 മിനിറ്റ് ഓഫ് ജേർണലിംഗ് വായിക്കുക, 15 മിനിറ്റ്സ് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ്, ഡിജിറ്റൽ ബ്രേക്കപ്പ് ബിഫോർ സ്ലീപ്പ്, അങ്ങനെ അക്ഷര മാം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ലൈന്, പിന്നെ മെന്റൽ ഹെൽത്ത് എന്തുകൊണ്ടാണ്, വൈ മെന്റൽ വെൽബീങ് മാറ്റേഴ്സ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് നമുക്ക് അത് അത്രയും പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ അതിന് നമുക്കൊരു ലൈനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഓപ്ഷണൽ ആണ്, പക്ഷെ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പീസ്ഫുൾ മൈൻഡ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു എ പവർഫുൾ ലൈഫ്. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ലൈൻ നമ്മൾ കൊടുക്കുക. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോണ്ട് ടു ഷെയർ എ പേഴ്സണൽ ടിപ്പ് വിത്ത് ഫെലോ ലേണേഴ്സ് ഓൺ സ്റ്റേയിങ് മെന്റലി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ലേണേഴ്സിന്റെ, നമ്മുടെ ലേൺ വൈസ് ഫാമിലിയിലുള്ള പുതിയ ലേണേഴ്സിന്റെ അടുത്ത് കൊടുക്കാൻ എന്തെങ്കിലും ഒരു പേഴ്സണൽ ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഓപ്ഷണൽ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതാണ് നമ്മളുടെ ഈ ഒരു ആക്ഷൻ ടാസ്ക്. ഇത് നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ഫോം നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ LSC നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളുടെ സെഷൻ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ താങ്ക് യു എവ്രി വൺ.